ആകാശത്തെയും ഭൂമിയെ ഭരിച്ചവനായിരിക്കുന്ന ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ തന്റെ മടിയിലിരുന്ന ഓമന കുമാരനെ ഈ ലോകത്തിലെ ചേറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പ് വിലയ്ക്കായിട്ട് ആ പുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തെക്കാളും പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിനേക്കാൾ ഉപരി പാപികളായിരിക്കുന്ന കള്ളുകുടിയന്മാരായിരിക്കുന്ന ദോഷികളായിരിക്കും നമ്മളെ തേടി ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ട് ഗോൽഗോത്ത മലമുകളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അയ്യോ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം കണ്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോത്ത മലമുകളിലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അയ്യോ, ദൈവത്തിന് ഇതിനേക്കാൾ ഉപരി നമ്മളെ എന്ത് സ്നേഹിപ്പാനും സ്വന്തം ഏകജാതനെ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചത് വഴി ദൈവത്തിന് ഇനി അധികമായിട്ട് നമ്മളെ സ്നേഹിപ്പാൻ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്നത് വഴി ദൈവത്തിന് നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം ഇതാ നമ്മുടെ ലോകത്തിനെ പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ നോക്കുവിന് അവന്റെ ശരീരം മുഴുവൻ അവർ ചാട്ടവാറ് വീശി അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ ചിതറിപ്പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഭയങ്കരമായിരിക്കുന്ന അനുഭവത്തിൽ കൂടിയാണ് ഈ കർത്താവ് കടന്നു പോകുന്നത്. അയ്യോ, നമ്മളെ ഓരോരുത്തരുടെയും മേൽ വീഴേണ്ട ഈ കഠിനമായിരിക്കുന്ന അടികളെല്ലാം യേശുക്രിസ്തു നിനക്ക് പകരക്കാരനായിട്ട് ആ ദൈവ നിയമത്തിന് മുമ്പിൽ ഏക്കുകയാണ്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ മരക്കുരിശം തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോത്ത മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെപ്പറ്റി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നമ്മൾ സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. അയ്യോ, നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം എന്റെ പ്രിയപ്പെട്ട നീ ഏത് ജാതി മനസ്സിലായാലും ശരി, നിന്റെ പാപത്തിന്റെ ചുമടത്രേ യേശു ക്രിസ്തു ചുമന്നത്. ആ പാപഭാരമായിരിക്കുന്ന കഴുകുമരത്തില് ആ കുരിശുമരത്തെ ഇപ്പോഴും ചുംബിക്കുന്നവരെ ആ നിങ്ങൾക്ക് കഷ്ടമെന്നല്ലാതെ എന്ത് പറയണ്ടു? നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരത്തെ അല്ല ചുമക്കേണ്ടത്, നമ്മുടെ പാപഭാരമായിരിക്കുന്ന കുരിശുമരം ചുമന്നുകൊണ്ടുപോയത്രേ നിങ്ങൾ ചുംബിക്കേണ്ടത്. അതേ അവിടുത്തെ വചനം പറയുന്നു, നിങ്ങൾ വഴിയിൽ വീണ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചുകൊള്ളുവിൻ.